എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് പണിക്കാരുണ്ടേനു. അപ്പോൾ പണിക്കാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. അധികവും പൊറോട്ട ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കൊടുക്കൽ. പൊറോട്ട വാങ്ങിച്ചിട്ട് നോക്കുമ്പം അങ്ങനെ കൈമേലൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ പൊറോട്ട ചുട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് മലയാളികളല്ല അധികമുള്ള ബംഗാളികൾ, അവർക്കാണെങ്കിൽ പൊറോട്ട തന്നെ വേണം താനും. ബാക്കിയുള്ള കടികളെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടെല്ലാം പരീക്ഷിച്ച് നോക്കി, പൂരിയും ചപ്പാത്തിയും പുട്ടെല്ലാം. അപ്പോൾ അവർക്ക് അതൊന്നും വേണ്ട, എല്ലാം നാടൻ പണിക്കാർക്കും അത് ഇവർക്ക് പൊറോട്ട തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യമൊന്നും ഒരു നേക്കായിക്കില്ല. അതായത് ബോൾ പിടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ച് വലിപ്പത്തിൽ ബോൾ പിടിക്കൂ, ഇത് എത്തൂലേ, പൊറോട്ട വലിപ്പം ഉണ്ടാവില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വലിപ്പം കൂടിപ്പോവും. ആദ്യമല്ലോ എന്ന് പറയുന്നത് 1 കിലോ മൈദക്ക് ഒരു 12 പൊറോട്ട എല്ലാം ചൂടാനായിക്കുള്ളൂ. പിന്നെ അത് 14ആയി, പിന്നെ 16ആയി. ഇന്ന് ഏകദേശം 1 കിലോ പൊടി കൊണ്ട് ഞാൻ 18 പൊറോട്ട ഇട്ട്. 20 പൊറോട്ടയല്ല ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന, അതെല്ലാം പോട്ടെ. പക്ഷെ എനിക്ക് 18ആയിട്ട് എനിക്ക് വലിയൊരു തൃപ്തി ആയിക്കില്ല. ഞാൻ വിചാരിക്കുന്ന 16 തന്നെ ഒപ്പിക്കാം. 16 പൊറോട്ട, ഒരു 2 പൊറോട്ട ഒന്നും അവർക്ക് വയറ് നിറയണ്ടേ. ആർക്കായാലും ബംഗാളിക്കായാലും മലയാളിക്കായാലും എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം 2 പൊറോട്ട വന്നിട്ട് അവർക്ക് വിശപ്പ് അറിയില്ലെങ്കിൽ ഒരു പിന്നും പൈസയും കൊടുത്തിട്ട് തന്നെ വാങ്ങണ്ടേ. അത് മാത്രമല്ല, എന്താ പറയുക, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ ഭയങ്കര പ്രശ്നമല്ലേ. ഒരു 5 റുപ്യ ഏറെ വാങ്ങുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. പക്ഷേങ്കിൽ അളത്തത്തിലും തൂക്കത്തിലും നമ്മളൊരിക്കലും കുറവ് വരുത്താൻ പാടില്ലല്ലോ. ഇവിടെ എടുക്കുക മാത്രമുണ്ട് നാളെ മാഷറയിലെത്തിയാൽ. ഇനിയിപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് 18 ചുട്ടിട്ട് എനിക്ക് ഒരു തൃപ്തികരമല്ല. ഇനിയിപ്പോൾ എന്തായാലും 16 തന്നെ ഒപ്പിക്കുക, എന്നാലും എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ഇന്ന് പിന്നെ ഇങ്ങനെ ബോൾ പിടിച്ചിട്ട് എന്താ ഇത് ഒരു പൊറോട്ടയ്ക്ക് ഇല്ലേ കനയില്ലേ. ആദ്യത്തെ ദിവസം 12 പൊറോട്ട ഇട്ട സോര് പറഞ്ഞ് ഒരു പൊറോട്ട ഒരാൾക്ക് എടുക്കുകയുണ്ട്, അത്രക്കും നല്ല വെയിറ്റ് ഉണ്ട്, നിങ്ങൾ ഇത്രയൊന്നും കനത്തി ചുടണ്ട, അദ്ദേഹം കനത്തി ചുട്ട ഇങ്ങക്കേയും കിട്ടൂല, കുറച്ചൊന്ന് ചെറുതാക്കിക്കോന്ന്. അങ്ങനെയാ പിന്നെ അത് 12 14ആക്കി, 14 16ആക്കി, ഇന്ന് 18ആക്കി. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് 20 പൊറോട്ട ഹോട്ടലിൽ നിന്ന് കൊടുക്കുക. 18 ആക്കി നോക്കിയിട്ടും ഞാൻ വിചാരിക്കുന്ന പൊറോട്ട കട്ടിയില്ലേ, അങ്ങനെയുള്ളൊരു തോന്നൽ. അപ്പോൾ എന്തായാലും പൊറോട്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിക്ക്. പക്ഷെ ഒലിപ്പം കട്ടിയില്ല ഒന്നും പറയില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി നോക്കിയാൽ അധികം പൊറോട്ട ഉണ്ടാവും. വെറും ഒരു പേപ്പറിൻ്റെ അട്ടി ഉണ്ടാവും, അതിന് 10 റുപ്യ ഉണ്ടാവും. ഇത് കുറേ ദിവസം ചുട്ട് നേക്കായി വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ മനസ്സിലാവും എത്ര കനം വേണമെന്നോ പിന്നെ എത്ര പൊടി എടുക്കണം എന്നെല്ലാം. അങ്ങനെയല്ല ഇന്നത്തെ പരിപാടികൾ. അങ്ങനെ മാഷാ അല്ലാ ഞാൻ 10-25 പൊറോട്ട ഇട്ടൊക്കെ. എത്ര പണിക്കാരാണ് ഉള്ളത്? 10 പണിക്കാരുണ്ട്. അപ്പോൾ 25 പൊറോട്ട ഇട്ടിക്കാൻ. പിന്നെ അതെല്ലാം നല്ലോണം ബോളാക്കി വെച്ച് അതിന്മേൽ കുറച്ച് മൈദപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ കുഴച്ച രൂപയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പഞ്ചസാര, മുട്ട വേണമെങ്കിൽ മുട്ട ഒഴിക്കുക. അങ്ങനെ കുഴച്ച് നല്ല കമീറാക്കി മറ്റേ നമ്മളെ തണയുമ്പോൾ നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കണം. എന്നിട്ട് കുറച്ച് നേരം തോർത്തിട്ട് സെറ്റാക്കി അങ്ങനെ ലാസ്റ്റ് ചുരുട്ടി വെച്ചിട്ട് അതിന്മേൽ കുറച്ച് മൈദയും പാറ്റി അവിടെ വെച്ച് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറിയും ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചേക്കാം. എപ്പോഴും പല പച്ചക്കറികളെല്ലാം ഇട്ടിട്ടാണ് കറിയെല്ലാം ഉണ്ടാക്കൽ. ഇന്ന് ഞാൻ നല്ല തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി ഉണ്ടാക്കി. ഉള്ളിയും തക്കാളിയും നല്ലോണം കടുവെല്ലാം ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുത്തിട്ട്
അതിലേക്ക് എല്ലാ മസാല ഇട്ടിട്ട് തേങ്ങ അരച്ച്, അതായത് മഞ്ഞൾ, മുളക്, മല്ലി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ട് നല്ല മീൻ അരയും പോലെ നല്ലോണം തേങ്ങ അരച്ചിട്ട് ഇതായി മസാല ഈ ഇതിലേക്ക് ഈ വാടി വന്ന ഉള്ളിയും തക്കാളി ഇതെല്ലാം ഉണ്ടല്ലോ, ഇതിലേക്ക് ഈ തേങ്ങ അരച്ചതങ്ങ് പാർന്നു കൊടുത്ത് അത് നല്ലോണം തിളച്ച് ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം ഏകദേശം ഒരു പകുതിയോളം വെന്ത് വന്നേരം വെറും ഒന്നും ഇടാണ്ട് മസാലയൊന്നും ഇടാണ്ട് ഞാൻ കടല വേവിച്ചെടുത്തേക്ക്. അധികം ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടാണ് കടലത്തി ഉണ്ടാക്കൽ. ഇതപ്പാട് വേവിച്ചെടുത്തിട്ട് ഈ തേങ്ങയെല്ലാം നല്ലോണം തിളച്ച് വന്നേരം ഈ കടല ഞാൻ എന്താക്കി അതിലേക്ക് അങ്ങ് ചെരിഞ്ഞു കൊടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റി. പിന്നെ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് തന്നെ ശരിക്കും ടൈമായിക്ക് ഒരു ലാസ്റ്റ് ഘട്ടത്തിലാവും പറയുക. അപ്പോൾ പിന്നെ അധികമൊന്നും എനിക്ക് പിടിക്കാനായിക്കില്ല. അങ്ങനെ പെട്ടെന്ന് പൊറോട്ട ഇട്ട് എല്ലാം സെറ്റാക്കി പണിക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അധികം ഇനി നീണ്ട് പോവില്ല. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.